إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ച് ആചരിച്ചു വരുന്ന ലോകത്തെ ഒന്നാമത്തെ നന്മയാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിന് മാത്രം ഇബാദത്ത്, ആരാധന. ഇത് ജീവിതത്തിലെ വലിയൊരു തീരുമാനമാണ്. ദീന് ഈ മനുഷ്യനെയാണ് ഏറ്റവും മഹാനായ വ്യക്തിയായി കാണുന്നത്. അതിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടർന്നുകൊണ്ട് ജീവിതത്തെ ഒരു കർമ്മ നിരതമാക്കി തീർക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും ആനന്ദവും എമ്പാടുമാണെന്നാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ പഠിച്ചു വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ മഹൽ വാക്യം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനിൽ നിന്ന് നന്മകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കണം.
ചൂട് നിറഞ്ഞു നിൽക്കുന്ന സൂര്യനിൽ നിന്ന് അതിന്റെ രശ്മികൾ, അതിന്റെ കിരണങ്ങൾ പുറത്തേക്ക് വഹിക്കുന്നത് പോലെ, വരുന്നത് പോലെ ഒരു റോസാപ്പൂ അതിന്റെ സൗരഭ്യം പ്രസരിക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ തനിമ, അതിന്റെ തെളിമ അത് പുറമേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യ പ്രയോജനം ലഭിക്കേണ്ടത് ആർക്കാണ്? നമ്മൾ കുറെ റഹ്മത്തിന്റെ ഭാഗങ്ങളാണ് പഠിച്ചു വന്നത്. നമ്മിൽ നിന്ന് നിർബന്ധമായും മറ്റുള്ളവർക്ക് കാരുണ്യം അനുഭവിക്കാൻ കഴിയണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ കാരുണ്യം ഒന്നാമതായി അനുഭവിക്കാൻ ഭാഗ്യം കിട്ടേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ്. അതാരാന്നറിയോ? നമ്മളുടെ ഏറ്റവും അടുത്ത് ജീവിക്കുന്നവർക്കാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുന്നവർ ആരാ ഈ ലോകത്ത് സഹോദരങ്ങളെ? ഒറ്റ വാക്കില് പരത്തി പറയാനൊന്നും സമയമില്ലല്ലോ. നമ്മുടെ മാതാപിതാക്കളാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് നമ്മുടെ മാതാപിതാക്കള്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ 2 തണൽ മരങ്ങളാണ് അവര്. നിങ്ങൾ നോക്കിയേ, നമ്മളെ ഇന്ന് ഇഷ്ടപ്പെടാൻ, കാത്തിരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നാ ആലോചിച്ചിട്ടുണ്ടാവും. അവരൊക്കെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ആരൊക്കെയോ ആയതിനു ശേഷമാണ്. എന്നാൽ നമ്മളൊന്നുമല്ലാതിരുന്നൊരു കാലത്ത്, നമ്മളൊരു രൂപം പോലും ആകാതിരുന്നൊരു കാലത്ത്, അല്ല, ഈ ലോകത്തേക്ക് നമ്മൾ പിറന്ന് വീഴുന്നതിനു മുമ്പേ നമ്മളെ സ്നേഹിക്കുകയും നമ്മെ കാത്തിരിക്കുകയും ചെയ്തവരാണവര്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടല്ലോ, അല്ലെ? സ്വപ്നമില്ലാത്ത മനുഷ്യനുണ്ടാവില്ല. എനിക്ക് ഇന്ന ആളെ പോലെ ആവണം, ഇവിടേക്കൊക്കെ എനിക്ക് എത്തണം, ഈ രൂപത്തിലാകണം. ഒരുപാട് മോഹങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറം നമ്മൾ ആരൊക്കെയോ ആകണമെന്ന് സ്വപ്നം കണ്ടവരാണവര്. അതുകൊണ്ടാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരോളം വരുമോ മറ്റാരെങ്കിലും? ഞാൻ നിങ്ങനെ പറഞ്ഞത്, മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരു മേഖലയായി, അല്ലെ, എത്ര പറഞ്ഞാലും മാറ്റം വരാത്തൊരു മേഖല കൂടിയായി ഈ രംഗം മാറിയിരിക്കുന്നു എന്നത് സമകാലിക ലോകത്തുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വിളിച്ചു പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിനൊരു പ്രത്യേക ശൈലിയുണ്ട്. അള്ളാഹു ഈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിടത്ത് 2 വാക്കാ ഉപയോഗിച്ചത്. എല്ലാ ആയത്തും ഞാൻ ഓതേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് വസിയ്യത്ത് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. ഈ വസിയ്യത്ത് എന്ന പദം മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി അറിയുന്നൊരു വാക്കാണ്. എന്ന് വെച്ചാല് അതിന്റെ ഉപ്പാന്റെ വസിയ്യത്താണ് നമ്മൾ പറയാറില്ലേ. എന്ന് വെച്ചാൽ മാറ്റം വരാൻ പാടില്ലാത്ത, ഞാൻ അതിൽ മാറൂല എന്ന് തീരുമാനിക്കുന്നിടത്താണ് വസിയ്യത്ത് എന്ന പദം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഭാഷയിൽ ഇതിൽ ഒരല്പം കൂടി മുന്നോട്ട് നിന്ന് പഠിക്കേണ്ടുന്ന ഭാഗമാണ് വസിയ്യത്ത് എന്ന പദം. ഞാൻ ആ പദത്തിന്റെ അർത്ഥങ്ങളിലേക്ക് പോവല്ല, കാരണം അങ്ങനെ പോയാൽ നമുക്ക് സമയമില്ല. ഒന്ന് വസിയ്യത്ത് എന്ന ഒരിക്കലും മാറ്റം വരാൻ പാടില്ലാത്ത തീരുമാനമാണ്. ഇനി ഉപയോഗിച്ചത് ഏതറിയാമോ? ശരിക്ക് ഖലിയത്ത്, ഖാലി എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജി. നേരെ ഖല എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് നടത്തിയെന്നാണ്. അത് തീരുമാനാക്കി കഴിഞ്ഞു. ആ തീരുമാനത്തിൽ ഇനി നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പാടില്ല. മാതാപിതാക്കൾ ഗുണം ചെയ്യണമെന്ന് അവിടെ കുറെ വാക്കുകൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് അറിയുന്നത് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. എന്തിനാണ് ഇങ്ങനെ പറയുന്നറിയാം? ഇവിടെ ഉലമാവ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചേർത്തി പറയുന്നു. ഇങ്ങനെ അനിഷ്കുർലി വലിവാലിത്, അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന്
നമ്മോട് അള്ളാഹു കൽപ്പിക്കുന്നതിന്റെ കൂടെ ചേർത്തി പറഞ്ഞ ഏക വിഭാഗം അത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത്ര വലിയത്? ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്, മനുഷ്യൻ എന്ന അസ്തിത്വത്തിന് രണ്ട് കാരണങ്ങളുണ്ട്, രണ്ട് സബബുണ്ട്. ഒന്ന് ഹഖീഖിയായ സബബ്, ഒന്ന് ലാഹിരിയായ സബബ്. ഹഖീഖിയായ സബബ് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. തഖ്ലീഖുല്ലാഹ് വ ഈജാദുഹു. അതിന്റെ ലാഹിരി, അതിന്റെ പ്രകടനാത്മകമായ കാരണം ഏതാണ്? അതിന് അള്ളാഹു ആരെ തെരഞ്ഞെടുത്തു? നമ്മുടെ മാതാപിതാക്കളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ശിശുവായി പിറന്നു വീഴുന്ന മനുഷ്യ ജീവി മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ജനിക്കുമ്പോൾ നമ്മുടെ ദുർബലത എത്രയാണ്? ഏറ്റവും വലിയ ദുർബലതയുടെ എവറസ്റ്റിലാണ് നമ്മൾ പറന്നു വീഴുന്നത്. ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഞാൻ അങ്ങനെ സൂചന തരും. നിങ്ങൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ചേർത്ത് ഇങ്ങനെ വായിച്ചു പോകണം. സ്വന്തമായി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ലൈഫ്, നമ്മുടെ ആജിസ് അതിന് മാത്രമാണ്. അവരുടെ സേവനങ്ങൾ, അവരുടെ ശ്രദ്ധകൾ, അവരുടെ കരുതലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന നമ്മൾ ആരും ഉണ്ടാവില്ല, ഉറപ്പല്ലേ? അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഒരു പദമുണ്ട്, ഉമ്മനി ഉപ്പനൊന്നും ആദരിക്കാതെ ഈ വളരെ മോശപ്പെടുത്തിയിട്ട് പോകുന്ന മക്കളെ കുറിച്ച് ആ അച്ഛനമ്മമാര് പറയുന്നൊരു പദം എന്തറിയാമോ? അവനും ഉണ്ടാകുന്നുണ്ടല്ലോ രണ്ടെണ്ണോ എന്നാണ്. അതൊരു പ്രയോഗമാണ്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടുന്ന ആശയം. അതാണ് എന്താ സംഗതി എന്നറിയാം. ആടിന് അതിന്റെ കുട്ടിയെ പ്രസവിച്ചിട്ട് വേണമെങ്കിൽ എവിടേക്കെങ്കിലും പോകാം, അത് വളരും. നമ്മൾ വളരൂല. അതിജീവിക്കാനുള്ള ശേഷി നമുക്കില്ല. അങ്ങേയറ്റത്തെ നിസ്സഹായതയാണ് നമുക്ക്. അതുകൊണ്ടാണ് പ്രത്യക്ഷ നിമിത്തം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. നിരന്തര പരിചരണങ്ങൾ. എത്രത്തോളം ശാലങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എത്രത്തോളം പരിചരണം. ഒന്ന്, അത് പറയണതിന് മുമ്പ് ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാട്ടോ. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് മക്കളുടെ പേര് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെ മക്കൾ എന്നറിയാം? ഒന്ന് ഈസാ അലൈഹിസ്സലാം, ഒന്ന് യഹ്യാ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, യൂസഫ് അലൈഹിസ്സലാം. അങ്ങനെ കുറെ കുട്ടികളുടെ പേരുകളും കഥകളും പറഞ്ഞു തരുന്നുണ്ടല്ലോ. യഹ്യാ നബി എന്ന് പറയുന്ന മഹാൻ അള്ളാഹു പേരിട്ട് വിളിച്ച കുട്ടിയാ. ആര്? സക്കരിയ അലൈഹിസ്സലാം ഇട്ട പേരല്ലത്, അള്ള പേര് വിളിച്ചു കൊടുത്തതാണ്. അങ്ങനെയുള്ള ആ യഹ്യയുടെ അലൈഹിസ്സലാമയുടെ പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞ വാക്കെന്തറിയാമോ? വബറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അവര്. അവിടെ നിന്ന് അങ്ങനെയുള്ള സ്വഭാവമാണ്. അദ്ദേഹം ഒരു ജബ്ബാറും അസിയുമല്ല. ജബ്ബാർ എന്ന് നേർക്ക് നേരെ അർത്ഥം പറഞ്ഞാൽ അഹങ്കാരി, അസി എന്ന് പറഞ്ഞാൽ ധിക്കാരി. ഇന്ന പടച്ചോൻ ഒരു അഹങ്കാരിയും ധിക്കാരിയും ആക്കിയിട്ടില്ല. തൊട്ടിലിൽ കിടന്നുകൊണ്ട് വളരെ വിഷമിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന തന്റെ ഉമ്മയെ നോക്കിയിട്ട്, ആ ഉമ്മന്റെ രംഗേതാ? മറിയം ബീവി ആ രംഗത്ത് നിൽക്കണ എവിടെ അറിയാമോ? അള്ളാഹുവേ, ഈ നിമിഷം ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ഒരു ഭ്രാന്തിയായിരുന്നെങ്കിൽ എന്റെ ബോധം മറഞ്ഞുപോയി, ഞാൻ വേറെന്തോ ആയിപ്പോയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു നിൽക്കുന്ന സമയമാണത്. ആ സമയത്താണ് ഈ തൊട്ടിൽ വെച്ച് കുട്ടി പറയുന്നത്, ഇനി ആബുദുള്ള, ഞാൻ അള്ളാന്റെ അടിമയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ. ഞാൻ എന്റെ ഉമ്മക്ക് അങ്ങേയറ്റം പുണ്യം ചെയ്യുന്നവനാ. എന്റെ റബ്ബ് എന്നെ ഒരു ജബ്ബാറോ ശഖിയോ ആക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞത് അസി എന്നാണ്. ശഖി എന്ന് പറഞ്ഞ ദൗർഭാഗ്യവാൻ, ഭാഗ്യം കെട്ടവൻ. ഇന്ന് എന്റെ റബ്ബ് ഒരു ഭാഗ്യം കെട്ടവനാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു നബിയുടെ, ഒരു പ്രവാചകന്റെ സിഫത്ത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് പറയാൻ മാത്രം ഒരു പ്രത്യേകത. സാധാരണ നമ്മളൊരു മനുഷ്യനെ
അയാള് ഭയങ്കര സംഭവമാണെന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യലാണോ? അല്ലല്ലോ. അയാളെ ലോക നേതാവാണ്, ഒരു നയതന്ത്ര പ്രതിഭയാണ്, അയാൾ ഭയങ്കര വാക്ചാതുരിയുള്ള ആളാണ്, അയാൾ മികച്ച സംഘാടകൻ, അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക. അള്ള കൊടുത്ത വിശേഷം എന്താ? ഉപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യുന്നവനാണെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭാഗം പറഞ്ഞു തരുന്നിടത്ത് എന്തൊക്കെയുണ്ടെന്നറിയോ? ഒന്നും നമ്മുടേതായ വാക്കുകൾ വേണ്ട, എല്ലാം പടച്ച റബ്ബ് പക്കയായിട്ട് പറഞ്ഞു തരിക. ഒന്ന്, ഉമ്മത്ത് മുസ്ലിമ ഈ രംഗം വളരെ കാര്യമായി ശ്രദ്ധിക്കണം. ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ ചുരുങ്ങിയത് 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും ചെയ്തു കൊടുക്കണം. ഒന്ന് ഇഹ്സാൻ, 2 ശുക്ർ. നിങ്ങൾ എണ്ണേ, കാരണം ഇത് മുഴുവൻ പറയാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. 3 ഖൗലുൻ കരീം, 4 സുരക്ഷിതത്വ ബോധം നൽകുക, 5 അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ 5 എണ്ണവും 5 ആണ്ട് പറഞ്ഞാലും തീരൂല. ഒന്നെന്താണ്? ഇഹ്സാൻ. അതാണ് വബിൽ വാലിദൈനി ഇഹ്സാന. സാധാരണ എന്താ ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. നമ്മൾ നന്മ എന്നാണ് ആ പദത്തിന് അർത്ഥം പറയുക. സഹോദരങ്ങളെ, സാധാരണ നമ്മൾ എണ്ണുന്ന നന്മയുടെയും മീതെയുള്ള ഒരു തലത്തിനാണ് അറബിയിൽ ഇഹ്സാൻ എന്ന് പറയുക. നന്മയും കവിഞ്ഞൊരു സ്നേഹമാണ് അവർക്ക് കിട്ടേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ചോറും മരുന്നും മാത്രല്ല, അതിനേക്കാളൊക്കെ ഉയരത്തിലാണ് അള്ളാഹുവിന്റെ പരാമർശം. കാരണം ഒരായുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ചവരാണ് അവര്. നമ്മുടെയൊക്കെ ഈ പ്രായം ഉണ്ടല്ലോ, ഈ പ്രായത്തില് നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ മുഴുവൻ എടുത്തു നോക്കി ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനൊരു ഉത്തരം ഉണ്ടാവുമല്ലോ. ഒരായുസില് നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ചത് ഒരു വീഡിയോയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കാണുകയായിരുന്നെങ്കിൽ അവരുടെ കാല് പിടിച്ച്, സാധാരണ പറയേണ്ട കാല് കഴുകിയ വെള്ളം നമ്മൾ കുടിക്കുമായിരുന്നു. അത്രയല്ലേ പ്രസവിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ള അവിടെ ചേർത്തി പറഞ്ഞൊരു വാക്കതറിയോ? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. നമ്മുടെ പെണ്ണ് പ്രഗ്നന്റ് ആകുന്ന 1-ാം തീയതി മുതൽ ആ പ്രസവം കഴിഞ്ഞ് പുറത്തു വരുന്നത് വരെ അതിന് ശേഷമുള്ള ഒരു നീണ്ട കാലത്തെ പരിചരണങ്ങള് എത്ര ടെൻഷനാണ്, എത്ര ടെൻഷനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു 10 മിനിറ്റ് ആ കുഞ്ഞിന്റെ അടുക്കൽ അതിനെ തനിച്ചാക്കിയിട്ട് മാറുമോ? അതുകൊണ്ടല്ലേ ഉമ്മന്റെ വേദനയെ സംബന്ധിച്ചൊരു ഡോക്ടർ പറഞ്ഞെന്തറിയാം, അടുത്ത സമയത്ത് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും സഹിക്കാൻ കഴിയാവുന്ന ഒരു വേദന 9.5%. 9.5%. അതിന്റെ മീതെ വേദന വന്ന് നമ്മൾ മരിക്കും. ഒരു എല്ല് പൊട്ടിയാലുള്ളൊരു വേദന എത്ര ഉണ്ട് നോക്കി നിങ്ങൾ. ഒരു എല്ല് പൊട്ടിയാൽ. എന്നാൽ ഒരു പ്രസവത്തിന് വേണ്ടി ഒരു ഉമ്മ അനുഭവിക്കുന്നത് 22 എല്ലുകൾ പൊട്ടുന്ന വേദനയാണ്. 22 എല്ലുകൾ പൊട്ടുന്ന വേദന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 9.5% എങ്കിൽ 9.4% ഒരമ്മ ഒരു കുഞ്ഞിന് വേണ്ടി വേദന അനുഭവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയ മോളുണ്ട്, ഒക്കെ നമ്മുടെ അനുഭവമാണല്ലോ ഏറ്റവും പ്രധാനം. എത്ര പറഞ്ഞാലും പെട്ടെന്ന് അങ്ങോട്ട് ബോധ്യം വരില്ല, മെല്ലെ മെല്ലെ വരുള്ളൂ. ലേബർ റൂമിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പിന്നെ വേദന തുടങ്ങിയില്ല, ഇവിടെ കരഞ്ഞു പൊളിക്കുകയാണ് അവിടെ മുഴുവൻ, വേറെ ആരുമില്ല, സൺഡേ ആണത്, ഹോളിഡേയ്സ് ആയതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളോട് അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് ചോദിച്ചു, ഉമ്മാന്റെ വില ഒന്നുകൂടി മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. കാരണം അത് തിരിച്ചറിയാൻ അള്ള തരുന്ന ഓരോ ന്യായങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, നമ്മൾ എത്ര നൽകിയാലും അതിന് പകരമാകൂല എന്ന ആ ബലം, ആ ശക്തി അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊന്നുകൂടി ബോധ്യപ്പെടുക. ആ ശക്തി എന്ന് പറയുന്നത് എന്തറിയോ? അവരുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ കണ്ണ് അകന്നു പോയാൽ നമ്മിൽ നിന്ന് അവരകന്നു പോകുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഈ മൂസാ നബി അലൈഹി സ്വലാമയിലേക്ക് ചേർത്തിയിട്ട് ഒരു കഥ പറയാറുണ്ട്. എന്താ പറയുന്നറിയാമോ?
അദ്ദേഹം ഉമ്മയുടെ മരണശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കാരണം ഒരു പറഞ്ഞിട്ട്, മോനെ നല്ലപോലെ ശ്രദ്ധിച്ചോ, പ്രാർത്ഥിക്കാനുള്ള ആള് പോയിട്ടു. എന്താണത്? നമ്മളൊരു കാര്യം ചെന്ന് പറയുമ്പോ ആ വാക്ക് അങ്ങനെ കേട്ടിട്ട്, പഠിച്ചോനെ എന്റെ കുട്ടിയെ നീ സംരക്ഷിക്കണമേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അതാണ് നമ്മുടെ കാവലെന്ന് പറയുന്നത്. നമ്മുടെ കണ്ണകനാലും കൽബഴകലാതെ നമ്മുടെ കൂടെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ മക്കൾ എന്ന സ്ഥാനത്തുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരു സ്ഥാനമുണ്ട്. നമുക്കൊരു 75 വയസ്സായാൽ നമ്മുടെ ഉപ്പാക്കും അവര് ഹയാത്തിലുണ്ടെങ്കിൽ ഒരു 95-100ന്റെ അടുത്ത് പ്രായം ഉണ്ടാവും. നമ്മുടെ പേരക്കുട്ടിന്റെ പേരക്കുട്ടി നമ്മുടെ കയ്യും പിടിച്ചിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് ഇങ്ങനെ പോണ സമയത്ത് ഉമ്മ നമ്മളോട് എന്താ പറയാന്നറിയോ? ഉമ്മ ഇങ്ങനെ ചാരി ഇരിക്കാന്ന് വിചാരിച്ചു, എന്റെ കുട്ടി അതാണ് വരുന്നത് എന്നാ. എന്റേത് എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഇത് കഴിയുന്നതോടുകൂടി പോയി സഹോദരങ്ങളെ. പണ്ട് ഗൾഫിലൊക്കെ പോയ വാപ്പാരുണ്ടാവും അല്ലെ, അവരെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ 3-4 ബാത്റൂമുകൾ ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. നമ്മുടെ വീട് അങ്ങനത്തെ ഒരു സുഖത്തിലാണ് നമ്മൾ ഉള്ളത്, അൽഹംദുലില്ലാ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത് എവിടെ നിന്ന് വന്നതാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു ടോയ്ലറ്റിന്റെ മുമ്പിൽ ക്യൂ നിന്നുകൊണ്ട് കുറെ സമയം നിന്ന് ത്യാഗം അനുഭവിച്ച് പല തട്ടുകളുള്ള കട്ടിലിൽ കിടന്നുറങ്ങിയിട്ട് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് നമ്മളെ കിടത്തിയതാ ഈ വീട്ടിൽ സഹോദരങ്ങളെ. അങ്ങനെ ഉണ്ടാക്കിയതാ നമ്മുടെ വീട്. ഓരോ നിമിഷവും നമുക്ക് വേണ്ടി അല്ലെ, ഓരോ നിമിഷവും നമുക്ക് വേണ്ടി. രാത്രിക്ക് നട്ടപ്പാതിരക്ക് വീട്ടിൽ വന്നിട്ട് എന്താ ഈ കുട്ടികൾക്ക് വേണ്ടതെന്ന് ചോദിച്ച് അതും നമ്മുടെ പെണ്ണിന്റെ കയ്യിൽ കൊടുത്ത് വേണ്ടത് നൽകി നേരം വെളുക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പ. നിങ്ങൾ നോക്കി എന്താ പുറത്തിറങ്ങിയുള്ള ചൂട്. ആ ചൂടത്ത് പൊരി വെയിലത്ത് നിന്നുകൊണ്ട് ഭക്ഷണങ്ങളും വല്ലതും വെക്കുന്നത് കണ്ടിട്ടില്ലേ? ആരെ പോറ്റാനാ? എന്നിട്ട് ഇതെല്ലാം കൊടുത്തിട്ട് തിരിച്ചു പറയുന്ന ഒരു മറുത്തൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് വല്ലാത്തൊരു വാക്കാ. അതുകൊണ്ട് ആ ജീവിച്ചിരിക്കുമ്പോ ശ്രദ്ധിക്കാതെ, അവരെ സ്നേഹിക്കാതെ മരിച്ചിട്ട് കൊണ്ടേ കൊടുക്കുന്നതല്ല സ്നേഹം എന്നുള്ളത്. നമ്മൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഒരുപാട് കുടുംബ സഹോദരങ്ങളെ രക്ഷപ്പെടും. ഇത് പറഞ്ഞാൽ തീരാത്തൊരു വാക്കാ. വാപ്പ മരിച്ചിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു കഥ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദിന്റെ പേരില് 100 ചാക്കരി ഞാൻ കൊടുത്താൽ അതിന് പുണ്യം കിട്ടുക. അപ്പൊ തൊട്ടടുത്ത കബറിൽ കിടക്കുന്ന വാപ്പ പറഞ്ഞോത്രേ, എനിക്ക് 100 ചാക്കരിയൊന്നും വേണ്ടടാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു 10 റുപ്യന്റെ സഹായം നിന്നെ കൊണ്ടുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, വേദനിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ചില മക്കളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ട് മരിക്കോളം ഒരു സ്നേഹം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ 6 മാസം കട്ടിൽ കിടക്കുമ്പോ ഇവനക്ക് വരാൻ നേരം ഉണ്ടാവില്ല അപ്പുറത്തുനിന്ന്. എന്നിട്ട് മരിച്ചിട്ട് കഴിഞ്ഞാ അല്ലാന്റെ റസൂലിന്റെ സുന്നത്ത് എന്താ വെച്ചാൽ ഉടനെ ഖബറടക്കം നടത്തണം. നിങ്ങൾ അവിടെ വെക്കുണ്ടോ, അതിനാ ഫ്രീസർ കൊണ്ടുവരുണ്ടോ, ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കട്ടെ എന്നാ. മരിക്കോളം വന്ന് കാണാൻ തയ്യാറില്ലാത്ത മക്കൾ. സഹോദരങ്ങളെ, അല്ലാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കാൻ, ഞാൻ യുദ്ധത്തിന് വരട്ടെ, നിങ്ങൾ കേട്ട സംഭവ, നാട് വിടാൻ ഞാൻ ഒരുങ്ങാന്ന് പറഞ്ഞപ്പോ അല്ലെ, ഞാൻ ബയ്യാത്ത് ചെയ്യാം, ഇവിടുന്ന് പോരാ, ഹിജ്റക്ക് പോരാ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ പറഞ്ഞു, വീട്ടിൽ ആരുണ്ട്? വയസ്സായ മാതാപിതാക്കളുണ്ട്, ഇതിന്റെ കൂടെ പോരണ്ട. ഇങ്ങോട്ട് പോരണ്ട, അവരിൽ ജിഹാദ് നടത്ത്, അത് അവർ നിന്റെ സ്വർഗമാണ്, അവർ നിന്റെ നരകമാണ്. എളുപ്പം കിട്ടുന്ന ഒരു സംഗതിയല്ല. ജിഹാദ് പറഞ്ഞാൽ എന്താ? വാളെടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒട്ടുകൊള്ളേണ്ടി വരും, മുറിവേൽക്കേണ്ടി വരും. അതിനേക്കാളും ത്യാഗം എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, വയസ്സുകൊണ്ട് മൂക്കുമ്പോ മനസ്സുകൊണ്ട് നമ്മൾ കുട്ടിത്വത്തിലേക്ക് തിരിച്ചു വരും. ഒരു ഭയങ്കര സംഗതി അത്. എന്താ സംഗതി എന്ന് ചോദിച്ചാൽ പക്ക പരവശത, അറിഞ്ഞതൊക്കെ മറക്കുക, കൊച്ചു കുട്ടിയെ പോലെ പെരുമാറുക, ശാഠ്യം കാണിക്കുക, വാശി കാണിക്കുക, ഇതൊക്കെ എന്തെല്ലാം കാണിക്കുക. ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെയാണ് നമ്മളത് സ്വീകരിക്കുക. വയസ്സായാലോ
എത്ര ആൾക്കാർ പ്രാകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നറിയോ? അപ്പൊ നിന്റെ കുട്ടി നടക്കുമ്പോ കൈ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പാന്റെ കയ്യും പിടിക്കേണ്ടി വരും. നിന്റെ കുട്ടിയെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കണം. വാരി കൊടുക്കാൻ എന്റെ നാട്ടിൽ പറയാം, അങ്ങനെ തന്നെയല്ല ഇവിടെ പറയാ. ആ വായിൽ വെച്ചു കൊടുക്കണം, ഇവര് തിന്നണെങ്കിലും വെച്ചു കൊടുക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രാർത്ഥന കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. എല്ലാ നിസ്കാര ശേഷവും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയത്രേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുവേ, അർദലിൽ ഉമർ, പ്രായാധിക്യത്തിന്റെ അവശതകളിലേക്ക് നീ എന്നെ നീട്ടിയിടുന്നതിനെ തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എങ്ങനെയാണ് ആ പദം നോക്കണേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ എന്നുള്ളതാണ്. വയസ്സുകൊണ്ട് മൂക്കുമ്പോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു എളുപ്പമുള്ള സംഗതിയല്ല. അത്തരക്കാരായ ആളുകൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന ഉടനെ കബൂൽ ചെയ്യുന്ന കുറെ സംഭവം ഉണ്ട്, ഇതിലേക്ക് പറയാൻ നേരമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോ നമ്മൾ നമ്മുടെ പാൻഡിമാൻഡി പ്രതീക്ഷയാവണം. എന്റെ വളരെ അടുത്തൊരു ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ ഒരു പഠിതാവാണ്, മുസ്ലിം അല്ല, പേര് അദ്ദേഹം എവിടെയെന്നുള്ളത് പറയാൻ നേരമില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പെണ്ണ് മരിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഉസ്താദെ ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിലേക്ക് വരണത്. അയാൾ തന്നെ പിന്നെ എല്ലാ പരിപാടികളും മൂപ്പരനെ ശരിയാക്കാട്ടോ. അങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ പെണ്ണിനോട് പറഞ്ഞിരുന്നു, എടേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്റെ മരണശേഷം നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 3 മക്കളുണ്ട്, അവര് നിന്നെ സംരക്ഷിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. നീ എന്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ, ഞാൻ മരിക്കുന്നതിന് മുമ്പും നീ മരിക്കുകയാണെങ്കിൽ എന്റെ എല്ലാ അന്ത്യകർമ്മങ്ങളും നിന്റെ കൈകൊണ്ട് നടത്തിയിട്ട് എനിക്ക് പിന്നെ ഇങ്ങനെ ആയാലോ, ഞാനല്ലേ, ഞാൻ സഹിക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ല. അയാളുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പുക. ഒറ്റ ആഴ്ച കൊണ്ട് ഈ പറഞ്ഞതൊക്കെ അവസാനിച്ചു. കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ ആ മരണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞെന്തറിയോ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയുടെ കണ്ണ് നിറയുന്നത് പോലും നമ്മുടെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കണ്ണ് നിറയാതെ നമ്മുടെ ഉമ്മനെ സംരക്ഷിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഉപ്പ അതങ്ങോട്ട് മറഞ്ഞു പോയിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടെങ്ങാനും ആ ഉമ്മാന്റെ കണ്ണ് നിറയേണ്ടി വന്നാൽ, നിറയുന്ന രംഗമുണ്ടായാൽ, ബാക്കിയുള്ളത് അവരുടെ കയ്യെങ്ങാനും നമുക്കെതിരെ ഉയർന്നാൽ തല്ലാനല്ല, മറിച്ച് നമുക്കെതിരെ ഒരു പ്രാർത്ഥനയായി ഉയർന്നാൽ 2 ലോകവും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയാം. ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അതുകൊണ്ടാണ് ആദരണീയനായ KP മുഹമ്മദ് മൗലവി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും KP എന്ന പേര്. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഒരു ശിഷ്യം പറയാ, നല്ല ഉസ്താദ് ഒരു ശിഷ്യ ബന്ധം, ഉസ്താദ് ഇപ്പയും എന്റെ കൂടെയാണ് എന്ന് പറഞ്ഞു. ഉപ്പയും ഉമ്മയും എന്റെ കൂടെയാണ്. അപ്പൊ അദ്ദേഹം നല്ല കട്ടി ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇതിന്റെ ഇടയോടെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ആ വാക്ക് തിരുത്തടാണ്. എന്ത് ഉസ്താദ്? ഉപ്പയും ഉമ്മയും ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെയാണ് ഞാൻ എന്ന് പറയുന്നു. ഇപ്പയും എന്റെ കൂടെയെന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥവും, ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെയാണ് ഞാൻ എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണ് വരിക. അവിടെ വലുതാവേണ്ടത് നെയ്യല്ലടാ, അത് ഉപ്പയും ആയിക്കോട്ടെ എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, കൽപ്പറ്റ നാരായണൻ മാഷ് എഴുതിയ ഒരു കവിത പലരും കേട്ടിട്ടുണ്ടാവും. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമാണ്, ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ മുടി തുവർത്തണ്ട, ആരും എടാ വിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങി പുസ്തകം വായിക്കാം. പാകെത്തുന്ന നിലവിളി എന്നെ ഞെട്ടി ഉണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട,
വിഷം തീണ്ടി രോമത്തുളയിലൂടെ രക്തം വാർന്ന് മരിച്ച അയൽക്കാരനെ ഓർത്ത് കരഞ്ഞ മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. പ്രിയമുള്ളവരെ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ ഉമ്മാനോട്. പിന്നെയും പറഞ്ഞു നിന്റെ ഉമ്മാനോട്. 4ാമത്തെ പ്രാവശ്യം പറഞ്ഞു നിന്റെ ഉപ്പനോട് എന്ന് പറഞ്ഞു. എന്താ സംഗതി? ഒന്നുമില്ല. ഉമ്മാനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞതിന് അള്ള വെക്കുന്നെന്തറിയോ? ഇന്ന് വാപ്പ ഉമ്മ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല. പണ്ട് അതിന്റെ കണക്ഷൻ വരുന്നത് എവിടെയാണ്? അന്നത്തെ കാലത്താണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നെ വളർത്തിയതവരാണ്. നിനക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാലും ഗർഭാശയത്തിലിട്ട് വളർത്താൻ കഴിയില്ലല്ലോ മോനെ, കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും മാന്യമായ വാക്ക് അവരോട് പറയാവൂ എന്നുള്ളതാ. കെ മുഹമ്മദ് സുല്ലമി ക്ലാസ് എടുക്കുമ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു കഥ ഇങ്ങനെ പറഞ്ഞുതരാം. മുമ്പര് മോരൊടിച്ചുണ്ണരുത്, മൂത്രം ഒഴിച്ചുണ്ണണം, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കരുത്. ചോദിച്ചു, സാർ എന്താണത്? 3 പരസ്പരം യോജിപ്പില്ലല്ലോ. മോരൊഴിച്ചുണ്ണരുത്, മോരുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി തിന്നരുത്, അത് ഇതിൽ ഒഴിച്ചു തിന്നണമെന്നാ. മൂത്രം ഒഴിച്ചുണ്ണണമെന്ന് വെച്ചാൽ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് വന്നിട്ടിരിക്കണം. മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കരുത് വെച്ചാ കണക്ക് പറഞ്ഞ് നയാ പൈസ കൊടുക്കരുത്, മറിച്ച് കണക്ക് പറയാതെയാണ് നിനക്ക് തന്നത്. ആവശ്യങ്ങൾ എന്തോ അത് നിർവഹിച്ച് അവരെ പരിചരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ എവിടെ വിളിച്ചോ അവിടെ അല്ലാഹു ഉണ്ടാവും എന്നുള്ളതാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ റഹ്മത്ത് അങ്ങനെ ഒന്ന് വഴിഞ്ഞൊഴുകണം, പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുമ്പോ ഈ പ്രതീക്ഷ നമ്മൾ നൽകണം. അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ വേഗത്തിലൊരു സംഭവം ശ്രദ്ധിച്ചു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ അയാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാനോട് തേടാൻ അയാളോട് ആവശ്യപ്പെടണം. ഞാൻ അയാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ ഇന്ന പ്രദേശത്തു നിന്ന് വരുന്ന ഒരാളാണെന്ന് പറഞ്ഞു. കറഞ്ഞ് പ്രദേശത്തു നിന്ന് വരുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കർണിൽ നിന്ന് ആര് വന്നാലും ഇങ്ങനെ അന്വേഷിക്കും ആരാണെന്നുള്ളത്. അവൻ കണ്ടില്ല. അവസാനം ഉമറിന്റെ ഭരണകാലഘട്ടത്തിൽ റളിയല്ലാഹു അൻഹു ഒരു ടീം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ആളുണ്ടോ? അപ്പൊ ഒരു സാധു മനുഷ്യനോട് വന്നു. അപ്പൊ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞൊരാളാകാൻ സാധ്യത ഇല്ലല്ലോ എന്ന് ഇയാൾ ഇങ്ങനെ വിചാരിക്കുക. നിങ്ങളാണ് ഉവൈസ് എന്ന് ചോദിച്ചാൽ അപ്പൊ അയാളോട് ചോദിച്ചു, ഉവൈസാണെന്ന് ഇയാൾക്ക് പിടിച്ചില്ല എന്ന് പറയില്ല. നമ്മൾ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനാണ്. കയ്യിൽ ഒരു നാണയത്തുട്ടിന്റെ വലുപ്പത്തിൽ അത്ര ഒരു വെള്ളപ്പാണ്ട് അടയാളമുണ്ട്. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുള്ള അടയാളം. അത് എന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പുറത്തു തരാൻ അള്ളഹാനോട് തേടണം കേട്ടോ എന്ന് പറഞ്ഞു. അതിന് മുത്തുനബി എന്താ പറഞ്ഞ കാരണം അറിയോ? ഉമ്മാനെ പരിചരിച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ, നബിനെ കാണാൻ വരാൻ അയാൾക്ക് കഴിയാതിരുന്നത്. നബിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ജന്മം നൽകിയവര്, നമുക്ക് പേരിട്ടവര്, നമ്മെ പോറ്റി വളർത്തിയവര്, നമുക്ക് വേണ്ടി കൊതിയോടെ കാത്തിരുന്നവര്, നമ്മെ താലോലിച്ചവര്, നാം വളരുന്നതിലും നാം പ്രശസ്തരാകുന്നതിലും നമ്മളെക്കാളും ആനന്ദിച്ചവര്, അല്ലെ? നമ്മളെത്ര ദൂരേക്ക് യാത്ര ചെയ്താലും ഒരു പ്രാർത്ഥനയായി നമ്മുടെ കൂടെ വന്നവര്, നമ്മുടെ വളർച്ചയിൽ അസൂയയില്ലാത്ത,
ഈ ലോകത്ത് രണ്ടേ രണ്ട് പേരുണ്ടെങ്കിൽ നമ്മുടെ പട്ടിമി മാത്രമേ ഉള്ളൂ. ബാക്കി കൂടപ്പുറപ്പുകൾക്കൊക്കെ വേണമെങ്കിൽ അസൂയ ഉണ്ടാകാം, ആർക്കും ഉണ്ടാകാം. അസൂയല്ലാത്ത ഈ രണ്ടേ രണ്ട് പേര് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവഗണിക്കപ്പെടുന്നു എങ്കിൽ നമ്മുടെ രണ്ട് ലോകവും വഴിമുട്ടി എന്ന് സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് 5 കാര്യങ്ങൾ ഞാൻ നേരത്തെ എണ്ണിയല്ലോ, അതിൽ ഏറ്റവും പ്രധാനം ഏതാ അറിയാമോ? 5-മത്തത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥനകൾ ഏറ്റവും സിൻസിയറായ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സമയം നോക്കി പ്രാർത്ഥിക്കണമെന്നാണ്. പാണ്ടിയും ഖബർ അറിയാത്ത എത്രയോ മക്കളുണ്ട്. ബീഡിക്കുറ്റി തരയണ മാതിരിയാണ്. ഇവിടെ ഇരുന്നു ഖബർ, അവിടെ ഇരുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. നിന്റെ മുതലെന്ന് പറയണത് നമ്മുടെ മുതലായതാ വെച്ചാൽ മക്കളെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ചെയ്യല് എങ്കിൽ ആ മാതാപിതാക്കൾ ഒരിക്കലും നമ്മളാൽ മറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. അതാണ് അങ്ങനെയുള്ള ഒരു നന്മ നമ്മളിൽ നിന്ന് ചെല്ലണം. ഇതൊരു വലിയൊരു കാര്യമാണ്. സൂചന മാത്രം ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹക്കുകൾ അറിഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ ബാധ്യതകൾ നിർവഹിച്ച് റഹ്മത്ത് വഴിഞ്ഞൊഴുകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മക്കും ആണെങ്കിൽ അവർക്ക് അള്ളാഹു ആഫിയത്തും ബർക്കത്തും റാഹത്തും മനസ്സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുമാറാവട്ടെ. രണ്ട് ലോകത്തും നമുക്ക് ഗുണകരമാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു സകല മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിൽ ലദീന ആമനൂ ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.